إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ ഒരുപാട് കാര്യങ്ങളിലൂടെ പരീക്ഷിക്കാറുണ്ട്. നമ്മുടെ ജീവിതം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് വേണ്ടി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ്. അത്തരം പരീക്ഷണങ്ങളിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന, നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പരീക്ഷണമാണ് രോഗങ്ങൾ എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ രോഗങ്ങളെ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. രോഗങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഒരു ചെറിയ തലവേദനയാണെങ്കിൽ പോലും അത് അനുഭവിക്കുമ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാണ് ഖൈറിനെയും ഷർറിനെയും സൃഷ്ടിക്കുന്നത് എങ്കിലും അവൻ സൃഷ്ടിക്കുന്ന ഒരു ഷർറും നിരുപാധികമായ ഒരു ഷർറായിരിക്കുകയില്ല. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള രോഗം എന്ന് പറയുന്നത് നമ്മെ തൊട്ട് ഷർറാണ്, പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല രോഗത്തെ നിശ്ചയിച്ചതിന്റെ പിന്നിൽ മഹത്തരമായ ഒരുപാട് ഹിക്മത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യ ജീവിതത്തിൽ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ അവന്റെ പ്രാപഞ്ചിക നിയമത്തിൽ നിർബന്ധമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നമുക്കൊരാൾക്കും സാധിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും നിങ്ങളെ ഭയം കൊണ്ടും അതുപോലെ തന്നെ പട്ടിണി കൊണ്ടും നിങ്ങളുടെ സമ്പത്തുകളിലും അതുപോലെ തന്നെ നിങ്ങൾ ഉറ്റവരിലുമൊക്കെ കുറവുകൾ വരുത്തിക്കൊണ്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതാണ് അത് തീർച്ചയായും. ആ പരീക്ഷണങ്ങളിൽ നിന്നും ഒരാൾക്കും മരണം കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. എന്നാൽ അത്തരം പരീക്ഷണങ്ങളിൽ എല്ലാ ആളുകളും ഒരുപോലെയല്ല അതിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വബശ്ശിരിസ് സ്വാബിരീൻ, അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. അല്ലദീന ഇദാ അസാബത്ഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും പ്രയാസങ്ങളും ബാധിച്ചു കഴിഞ്ഞാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ പറയുന്നത് നമ്മൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരുമാണ് എന്ന ബോധ്യത്തോടു കൂടി അവർ ആ പ്രയാസങ്ങൾ അത് തിരിച്ചറിയുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യും. അവർ പൊറുതികേട് കാണിക്കുകയില്ല. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവർക്കാണുള്ളത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അങ്ങനെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ക്ഷമിക്കുന്ന ആളുകളാണ് സന്മാർഗികളായ ആളുകൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്.
അജബൻ ലിഅംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമുള്ള കാര്യമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ആ വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശരിയായി വിശ്വസിക്കുന്ന ഒരുവനല്ലാതെ ആ ഖൈർ ലഭിക്കുകയില്ല എന്നാണ്. അല്ലാഹുവിൽ ഒരാളുടെ വിശ്വാസം എത്ര കണ്ട് ഊഷ്മളമാണോ, എത്ര കണ്ട് ബലവത്തായതാണോ, എങ്കിൽ അവന്റെ കാര്യം വലിയ അത്ഭുതം തന്നെയാണ്. അള്ളാഹു അവന് സന്തോഷകരമായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചാൽ അവൻ അതിൽ മതിമറന്നു പോകുകയില്ല. അവൻ അള്ളാഹുവിനെ നന്ദി കാണിക്കുകയാണ്. ഇത് അള്ളാഹാണ് എനിക്ക് നൽകിയത്, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതാണ്. എന്റെ ആരോഗ്യമാകട്ടെ, എന്റെ ഏതേത് രൂപത്തിലുള്ള റിസ്കുകളാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഞാൻ നന്ദി കിട്ടവനാകാൻ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത രൂപത്തിൽ ഞാൻ അതിനെ വിനിയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറല്ല. അങ്ങനെ എത്ര വലിയ ധനികനാണെങ്കിൽ പോലും അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന ഒരുവനായി തീരും. കാരണം ധനം എന്ന് പറയുന്നത് നിരുപാധികം മോശപ്പെട്ട കാര്യമല്ല. ഒരാൾക്ക് ധനം ലഭിച്ച അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണെങ്കിൽ ഫകാന ഖൈറല്ല, അതവന് ഖൈറാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. എന്നാൽ അവന് വല്ല പ്രയാസങ്ങളും ബാധിച്ചു അവൻ അതിൽ ക്ഷമിക്കുകയും ചെയ്താൽ അത് അവന് ഖൈർ തന്നെയാണ് എന്ന് പറയാം. അല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം പ്രയാസങ്ങളാണെന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം ചില ആളുകൾ അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ തന്നെ മറന്നുപോകും. ആ സമ്പത്ത് ആരാണ് നൽകിയത്, ആർക്കു വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്, ആരുടെ മാർഗത്തിലാണ് ഞാനിത് വിനിയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ആ നൽകിയവനെ തന്നെ മറന്നുകൊണ്ട് നന്ദി കെട്ടവരായി ജീവിക്കുന്നവരാണ് ഭൂമിലോകത്ത് അധിക ആളുകളും. അതുകൊണ്ട് അത്തരം സമ്പത്ത് അധികം ലഭിച്ചുകൊണ്ട് നന്ദി കെട്ടവരാകുന്നതിനേക്കാളും നല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിക്കുന്നവനായിക്കൊണ്ട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, രോഗം എന്ന് പറയുന്ന അത്തരത്തിലൊരു പ്രയാസങ്ങളാണ്. അത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണത്. പക്ഷേ നാം പറഞ്ഞതുപോലെ ആ രോഗത്തിന് ഒരുപാട് ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധങ്ങളായ ഹദീസുകളിൽ രോഗം ഒരു മുസ്ലിമിനെ എങ്ങനെ ഗുണകരമായി തീരും എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, രോഗമെന്ന് പറയുന്നത് നമുക്കൊക്കെ സംഭവിച്ചു പോയ, അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ ഉണ്ടാകും. ആ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല അത് മായ്ച്ചു കളയുമെന്നുള്ളതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാ യുസീബുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന മിൻ നസബിൻ, ക്ഷീണമാകട്ടെ, വല വസബിൻ, രോഗമാകട്ടെ, വല ഹമ്മിൻ, ഭാവിയിൽ വന്നേക്കുമെന്ന് അവൻ ഭയപ്പെടുന്ന എന്തെങ്കിലും ടെൻഷനുകളാകട്ടെ, വല ഹുസ്നിൻ, കഴിഞ്ഞുപോയ ചില നഷ്ടങ്ങളെ ഓർത്തുകൊണ്ടുള്ള ദുഃഖങ്ങളാകട്ടെ, വല അദ, എന്തെങ്കിലും രൂപത്തിലുള്ള ഉപദ്രവങ്ങളാകട്ടെ, വല ഗമ്മിൻ, അവന്റെ കൽബിന് തോന്നുന്ന മാനസികമായ പിരിമുറുക്കങ്ങളാകട്ടെ, ഹത്ത ശൗകതി യുശാഖുഹ, അവൻ നടന്നു പോകുമ്പോൾ അവന്റെ കാലിൽ തറയ്ക്കുന്ന ഒരു മുള്ളു കൊണ്ടുള്ള വേദനയാകട്ടെ, ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങൾ, ഒരു മുള്ള് നമ്മുടെ കാലിൽ തറച്ച് നമുക്കുണ്ടാകുന്ന വേദന എത്രയാണ്? നിസ്സാരമായ വേദനയായിരിക്കും. നമ്മൾ ഉടനെ തന്നെ നിമിഷ നേരം കൊണ്ട് മറന്നു പോകുന്ന വേദനയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അങ്ങനെ ഒരു മുള്ളു നിറച്ച വേദന നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവന്റെ കിതാബിൽ അതൊരു പ്രതിഫലമായി നിനക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇതിനേക്കാളും എത്ര എത്ര വലിയ വേദനകളും പ്രയാസങ്ങളുമാണ് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നത്. അത്തരം രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഈ ഹദീസ് നമുക്ക് ഓർമ്മ വരണം. ഒരു മുള്ളു നിറച്ചാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാപങ്ങൾ മായ്ച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രോഗങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഈ മാനസിക പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ എന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ അല്ലാഹു തആല മായ്ച്ചു കളയാനാണ്. ഞങ്ങളാരും പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരുന്നില്ല, അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അത് മായ്ച്ചു തരാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ ചിന്ത നമുക്ക് ഈ പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ സഹായകമാകുന്നതായിരിക്കും.
അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ക്ഷമിക്കുകയായിരിക്കും. തീർച്ചയായും ഒരിക്കലും തന്നെ പൊറുതികേട് കാണിക്കുകയില്ല. എന്തിന് നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ പൊറുതികേട് കാണിക്കണം. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് സഹോദരങ്ങൾ ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് പോകുമ്പോൾ അവർ പനി കൊണ്ട് ശക്തമായി വിറക്കുന്ന അവസ്ഥയുണ്ടായി. അവരോട് ചോദിച്ചു, നിനക്ക് എന്താണ് ബാധിച്ചത്? അവർ പറഞ്ഞു, പനിയാണ്, അതിന് അല്ലാഹ് ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ആ പനി അവർ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുസബ്ബിൽ ഹുമ, നീ പനിയെ ചീത്ത പറയരുത്. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്. കാരണം പനി എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്, പോക്കിക്കളയുന്നതാണ്. കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, ഈ ഇരുമ്പിന്റെ മാലിന്യങ്ങളെ അതിനെ നീക്കിക്കളയുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മനുഷ്യന്റെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പനി വരുമ്പോൾ മായ്ച്ചു കളയുമെന്നാണ് പറയുന്നത്. മഹാന്മാരായ മുൻഗാമികൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ പറയുമായിരുന്നു, എനിക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വരുന്നുണ്ടെങ്കിൽ അത് പനി വരട്ടെ എന്നാണ് ഞാൻ ആലോചിക്കുകയുള്ളൂ. കാരണം പനി എന്ന് പറയുന്നത് എന്റെ ശരീരത്തിനെ ഒന്നാകെ ബാധിക്കുന്ന രോഗമാണ്. അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ ഏതേത് ഭാഗങ്ങളിലൂടെ സംഭവിച്ചു പോയ ചിന്മകളാകട്ടെ അതെല്ലാം ആ പനിയിലൂടെ ഇല്ലാതായി തീരും എന്ന് സ്വഹാബികൾ മനസ്സിലാക്കി പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ പനിയാകട്ടെ പ്രയാസങ്ങളാകട്ടെ അത് നമ്മുടെ പാപങ്ങളെ പുറത്തു തരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന വഴി അത് നമുക്ക് വലിയ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളിൽ അത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവുകയില്ല. പക്ഷെ അവർ നല്ല മനസ്സിന്റെ ഉടമകളായിരിക്കും, നല്ല കൽബിന്റെ ഉടമകളായിരിക്കും. പക്ഷെ അവർക്ക് ആ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ കരസ്ഥമാക്കാൻ മാത്രമുള്ള അമലുകളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അത്തരക്കാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകി ആ പരീക്ഷണങ്ങളിൽ അവർ ക്ഷമിച്ച് അങ്ങനെയാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അവിടെ അറിയിക്കുന്നത്, ഐനൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് അവന് ഉന്നതമായ സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ലം യബ്ലുഹാ ബിഅമലിഹി, അവന്റെ അമലുകൾ കൊണ്ടൊന്നും അവൻ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തിൽ രോഗങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ അവന്റെ സമ്പത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ടോ കച്ചവടത്തിലുള്ള ഇടിവുകൾ കൊണ്ടോ ഫീ വലദിഹി, അവന്റെ കുട്ടിയിൽ അവന്റെ സന്താനങ്ങളിൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടോ ഒക്കെ പരീക്ഷിക്കുന്നതായിരിക്കും. സുമ്മ സബറഹു അലാ ദാലിക്, അങ്ങനെ അവൻ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും ഹത്താ യുബ്ലിഗഹുൽ മൻസിലത അല്ലതി സബഖത് ലഹു മിനല്ലാഹി തആല, അല്ലാഹുവിന് നേരത്തെ നിശ്ചയിച്ച ആ പദവിയിൽ എത്തുന്നതുവരെ അവൻ അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനം നേടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയുന്നുണ്ട്. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടി സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സഹോദരങ്ങളെ രോഗങ്ങൾ കാരണമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരം പനിയും പ്രയാസങ്ങളും എല്ലാം തന്നെ ഒരു മനുഷ്യന് സ്വർഗപ്രവേശനം ഉണ്ടാക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാതി വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗം എന്ന് പറയുന്നത് അത് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതാണ്. നരകമാകട്ടെ ഒരുപാട് ദേഹേച്ഛകൾ കൊണ്ട് മൂടപ്പെട്ടതാണ്. ആ ദേഹേച്ഛകളെ ഓരോരുത്തരും സമീപിക്കുമ്പോൾ അവൻ നരകത്തിന്റെ വഴിയാണ് തുറക്കുന്നത്. എന്നാൽ ഇത്തരം പ്രയാസങ്ങളാണ് സ്വർഗത്തിന്റെ വാതിലുകളിൽ എപ്പോഴും മൂടപ്പെട്ടിട്ടുള്ളത്. അത്തരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കല്ലാതെ സ്വർഗത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. രോഗമെന്ന് പറയുന്ന ഇത്തരം പരീക്ഷണങ്ങൾ ഇത്തരം മക്കാരിഹുകളിൽ ആളുകൾ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാണെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇത്തരം രോഗങ്ങൾ കാരണമാകുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് പോകുകയാണ്. ആ സ്ത്രീ ഒരു കറുത്തൊരു സ്ത്രീയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എപ്പോഴും അപസ്മാരം അഥവാ പൈശാചിന്റെ ബാധകൾ ഏറ്റുകൊണ്ട് അവൾ മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ട് എന്നറിയിക്കപ്പെടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞു, എനിക്കിതാ ഇങ്ങനെ ജിന്നുബാധ ഏൽക്കുന്നുണ്ട്,
അങ്ങനെ ജിന്ന് എന്റെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ എന്റെ ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗമൊക്കെ ഞാൻ ഈ ഇളകി കളിക്കുന്ന സമയത്ത് വെളിവായി പോകുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയെ എന്ന് ആ സ്ത്രീ ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിനക്ക് ആഫിയത്തിനെ ഞാൻ ചോദിക്കാം എന്നവർ പറയുകയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത് നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമാണ് എന്ന്. എന്നിട്ട് ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത് എങ്കിൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന്. എനിക്ക് സ്വർഗം വേണ്ടതുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന സമയത്ത് എന്റെ ഔറത്ത് വെളിവായി പോകുന്നു. ആ കാര്യമില്ലാതിരിക്കാൻ നബിയെ താങ്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. സ്വഹാബികൾ പറയുന്നത് കാണാൻ സാധിക്കും. പിന്നീട് ആ സ്ത്രീക്ക് ഇത്തരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ അവരുടെ വസ്ത്രം മാറിപ്പോകാറുണ്ടായിരുന്നില്ല എന്ന അവരുടെ വസ്ത്രങ്ങൾ മാറിപ്പോകാറുണ്ടായിരുന്നില്ല എന്ന അവരെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലുള്ള ഒരു സ്ത്രീയാണെന്ന് സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്തതും സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരുടെ പ്രയാസങ്ങളിൽ അവർ ക്ഷമിക്കാൻ തയ്യാറായി എന്നാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കുണ്ട്. പല പ്രയാസങ്ങളും ചിലപ്പോൾ നമ്മൾ എത്ര തന്നെ അതിന്റെ പിന്നാലെ ചികിത്സകൾക്ക് വേണ്ടി നടന്നാലും അത് പൂർണ്ണമായി മാറാത്തതായിരിക്കും. എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത് നിശ്ചയിച്ചത് നിന്നെ പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല എന്ന കാര്യം നീ തിരിച്ചറിയണം. അള്ളാഹു അത് നിശ്ചയിച്ചിട്ടുള്ളത്, അത് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് അത് മുഖേന നിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കാനാണ്, നിന്റെ പാപങ്ങൾ പുറത്തു തരാനാണ് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കണം. നോക്കൂ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടെ പോയതാണ്. അങ്ങനെ കൂടെ പോയ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ വ്യക്തിയെ കണ്ടപ്പോൾ ഇങ്ങനെ അദ്ദേഹം പ്രയാസം അനുഭവിക്കുന്നത് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിർ ഇന്നല്ലാഹ അസ്സ വജൽ യഖൂൽ നാരി യുസല്ലിതുഹാ അലാ അബ്ദിൽ മുഅ്മിൻ ഫി ദുനിയ ലിതകൂന ഹല്ലഹു മിനൻ നാരി ഫിൽ ആഖിറ. നീ സന്തോഷ വാർത്ത ഇത് അറിയിക്കുകയാണ്. നിനക്ക് ഈ ശക്തമായ പനിയുണ്ടല്ലോ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നരകശിക്ഷയിൽ നിന്നുള്ള ഒരു ഓഹരിയായി നിനക്ക് നൽകിയിട്ടുള്ളതാണ്. നിനക്ക് ഇത്തരം പ്രയാസങ്ങൾ, ചൂടനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിനക്കുണ്ടായാൽ ഇത് നിനക്ക് പരലോകത്ത് ആഖിറത്തിൽ നിനക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. ആ ഓഹരി നിനക്ക് നൽകുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു ഹദീസിൽ കാണാം, നരക പനി എന്ന് പറയുന്നത് ഓരോ മുഅ്മിനിനും അവന്റെ നരകത്തിൽ നിന്നുള്ള ഓഹരിയാണ്. അവൻ നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ് എന്ന് സഹോദരങ്ങളെ പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരിക്കലും തന്നെ എന്തിനു വേണ്ടിയിട്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നശിപ്പിച്ചു കളയാനുള്ളതല്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ പല മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രമാണ് അവർ അള്ളാഹുവിലേക്ക് തിരിയുന്നത് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മറന്നുകൊണ്ടുള്ള ജീവിതമായിരിക്കും അവരെങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവന്റെ യുവത്വമൊക്കെ അടിച്ചു പൊളിക്കുകയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചൊരു ചിന്തയും അവനില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ, അത് രോഗങ്ങളാകട്ടെ അപകടങ്ങളാകട്ടെ എന്തെങ്കിലുമൊക്കെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ്, ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്താണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചിന്തിക്കുന്നത്, ഓർക്കുന്നത്, അവന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതേ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുവേണ്ടിയും ചില പരീക്ഷണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നത് നോക്കൂ. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, തീർച്ചയായും താങ്കൾക്ക് മുമ്പുള്ള ഉമ്മത്തിലേക്ക് ഇതാ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ, അവരെ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും നാം പരീക്ഷിച്ചിട്ടുണ്ട്. ലഅല്ലഹും യതദറഊൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വിനയാന്വിതരായിക്കൊണ്ട് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യാത്ത്, പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ നൽകിക്കൊണ്ടും തിന്മകൾ നൽകിക്കൊണ്ടും നൽകുന്നുണ്ട്. ലഅല്ലഹും യർജിഊൻ, ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ അവർ മടങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രോഗം ഉണ്ടാകുന്ന സമയത്ത്, ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ആ രോഗമാകട്ടെ ആ ബുദ്ധിമുട്ടുകളാകട്ടെ
യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കാനും അവന്റെ ദീനിലേക്ക് മടങ്ങി വരാനുമുള്ള കാരണമായി തീരുന്നു എന്നുള്ളത് എത്ര വലിയ നേട്ടമാണ്, എത്ര വലിയ അനുഗ്രഹമാണത്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നില്ല എങ്കിൽ മരണം വരുന്നത് വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കും അവനുണ്ടാവുക. അപ്പോൾ അല്ലാഹു അവന് ഖൈർ ഉദ്ദേശിച്ചതിന്റെ ലക്ഷണമാണ് ഈ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ, ഈ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ അല്ലാഹു നൽകുന്ന ഇത്തരം രോഗങ്ങളും പ്രയാസങ്ങളും എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി വമാലിഹി വവലദിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതിയ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ആണാകട്ടെ പെണ്ണാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ സമ്പത്തിലും അവളുടെ സന്താനത്തിലും അവളിലും ഒക്കെ തന്നെ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതിയ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോൾ ഒരു പാപവും അവന്റെ കയ്യിൽ ബാക്കിയില്ലാത്ത രൂപത്തിലായിത്തീരുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പലരും ഇത് തിരിച്ചറിയുകയില്ല. ഇത് തിരിച്ചറിഞ്ഞ് ശ്രമിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്നത്. പക്ഷെ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഹിക്മത്ത് തിരിച്ചറിയാത്തവർ അവർ പറയും, ഞാനിത് ഇത്രയൊക്കെ ചെയ്തിട്ടും അള്ളാഹ് എന്നെ പരീക്ഷിക്കുക, ഞാൻ ഇത്രയൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടും എന്റെ കച്ചവടത്തിൽ തന്നെ നഷ്ടം, ഞാൻ ഇത്രയൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ടും എനിക്ക് തന്നെ രോഗം, എനിക്ക് തന്നെ മാറാവ്യാധികൾ എന്ന് പറഞ്ഞുകൊണ്ട് ദീന് തന്നെ ഉപേക്ഷിക്കുന്നതല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഒരു പക്ഷേ അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്, ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് അവർ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ചെയ്തിട്ട് നിന്റെ നന്മകളോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പരീക്ഷണങ്ങൾ കൂടിയാകുമ്പോൾ നിന്റെ നന്മകൾക്ക് മേലെ നന്മയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. നീ ചെയ്യുന്ന നന്മകൾക്കിടയിൽ നിനക്ക് സംഭവിച്ചു പോയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അല്ലാഹു ഈ പരീക്ഷണങ്ങളിലൂടെ ആ അബദ്ധങ്ങൾ കൂടി നിനക്ക് തിരുത്തി തരാൻ, അത് മായ്ച്ചു തരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ നീ അത് തിരിച്ചറിഞ്ഞില്ല. നീ അത് തിരിച്ചറിയാതെ നിന്റെ സ്വർഗ പ്രവേശനത്തിന്റെ വഴിയിൽ നിന്റെ വിവരക്കേട് കൊണ്ട്, നീ കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ട് നീ എന്ത് ചെയ്തു? നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത്തരം ഹദീസുകൾ അത് കേൾക്കുമ്പോൾ ഒരു മുഅ്മിന്, ഒരു മുഅ്മിനത്തിന്, ഒരു സത്യവിശ്വാസിക്ക് അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം എന്ന നിർദ്ദേശങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. സഹോദരങ്ങളെ, രോഗങ്ങൾ കൊണ്ട് കിട്ടുന്ന ഏതാനും ചില നേട്ടങ്ങളാണ് നിങ്ങൾ കേട്ടത്. അതുപോലെ രോഗങ്ങൾ അത് നൽകുന്ന മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്, നമുക്കൊരു രോഗമുണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ചുറ്റും രോഗങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും ജീവിക്കുന്ന ആളുകളുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രയാസം നമുക്കുണ്ടാകുന്ന വേളയിൽ മാത്രമായിരിക്കും. ഇതേ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ വേദനയിലും പ്രയാസത്തിലുമാണല്ലോ കടന്നു പോകുന്നത് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അത്തരം മുഅ്മിനീങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാകുന്ന കാര്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അതിന്റെ പിന്നിൽ ഒരു ഹിക്മത. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഇത് കാരണം മതിയായതാണ്. ഏതെങ്കിലും ഒരു രോഗം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാലം ഒരു രോഗവുമില്ലാതെ, ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ കണ്ണുകൾ നേരെ തന്നിട്ടുണ്ട്, എൻ്റെ മൂക്ക് നേരെ തന്നിട്ടുണ്ട്, എനിക്ക് കൃത്യമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്, എൻ്റെ കാലുകൾക്ക്, എൻ്റെ മുട്ടിനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല, എൻ്റെ നടുവിനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല. ഇത്രയും കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എളുപ്പം നൽകിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞുപോയ കാലത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കൂടി ഇത്തരം രോഗങ്ങൾ കാരണമാകേണ്ടതുണ്ട്. നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പ്രയാസങ്ങളുണ്ട് എങ്കിലും ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹത്തിനിടയിൽ ചില സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് പ്രയാസമുള്ളത്.
ഒരുപാട് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്കിടയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അതിന് തട്ടിച്ചു നോക്കിയാൽ അത് വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ അനുഗ്രഹങ്ങളെ മറന്നുപോകുകയും നമുക്ക് സംഭവിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുകളെ നമ്മൾ വലുതായി മനസ്സിലാക്കുകയും ചെയ്യും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറന്നുപോകാൻ പലപ്പോഴും നമ്മൾ കാരണമാകുന്നത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കാളും അനുഗ്രഹം നൽകിയ ആളുകളിലേക്കാണ് പലപ്പോഴും നോക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നേക്കാൾ അനുഗ്രഹം നൽകിയവരും നിന്നേക്കാൾ അനുഗ്രഹം കുറച്ചു നൽകിയ ആളുകളും ഒക്കെ ഉണ്ടാകും. നീ ഒരിക്കലും തന്നെ നിന്നേക്കാൾ കൂടുതൽ അനുഗ്രഹം നൽകിയ ആളുകളിലേക്ക് നോക്കാൻ പാടില്ല. നിന്നേക്കാളും കുറഞ്ഞ അനുഗ്രഹമുള്ള ആളുകളിലേക്ക് നോക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നീ നിസ്സാരവൽക്കരിക്കാതിരിക്കാൻ അതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു രോഗമാണെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യം സഹോദരങ്ങളെ, ഇത്തരം രോഗങ്ങൾ വരുന്ന സമയത്ത് അതിൽ ക്ഷമിക്കാൻ നമുക്ക് സഹായകമാകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് വാസ്തവം. നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രയാസമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും. നമുക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ വകയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. പക്ഷേ അതുപോലെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കി കാണുകയല്ല വേണ്ടത്. മറിച്ച് ഇത്രയും കാലം അള്ളാഹു എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന ചിന്തയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ചിലപ്പോൾ ചില ആളുകൾ ചിന്തിച്ചേക്കാം, മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്ന ആളുകൾക്ക് നല്ല അനുഗ്രഹവും നല്ല ആഫിയത്തിലും ഒക്കെ അവർ ജീവിക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഈമാനിന്റെ അടിസ്ഥാനത്തിലല്ല. അതല്ലെങ്കിൽ കൂടുതൽ ഈമാനുള്ള ആളുകൾക്ക് കുറഞ്ഞ പ്രയാസം, അങ്ങനെയല്ല. ദീനിൽ നേരെ തിരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശദ്ദി അന്നാസി ബലാഅൻ അൽ അംബിയാ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന, ഏറ്റവും പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടുന്ന ആളുകൾ അംബിയാക്കളാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. പിന്നീട് അവർക്ക് താഴെയുള്ള ആളുകൾക്കാണ് സ്വാലിഹീങ്ങൾ. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ശുഹദാക്കൾ ഒരുപാട് പ്രയാസങ്ങൾക്ക് ഒടുവിലാണ് അവർ ഷഹീദായി തീരുന്നത്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്തോറും അല്ലാഹു തആല ഇതുപോലെ പ്രയാസങ്ങൾ നിശ്ചയിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു നാളെ പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ മറ്റു ഹദീസിൽ കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻ. ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുന്നത് അവന് മുസീബത്ത് നൽകും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം മുഅ്മിനീങ്ങൾക്ക് തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. നീ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് പരമാവധി തഖ്വയോടെ ജീവിക്കുമ്പോഴും നിനക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നീ അതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടവനാണ്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഏതൊരവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവ്വസ്തുതിയും. കാരണം അല്ലാഹു തആല ഇത് മുഖേന ഈ നന്മകളെല്ലാം എനിക്ക് നൽകാനാണ് ഉദ്ദേശിച്ചത് എന്ന് തിരിച്ചറിയണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ അറദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ അജ്ജല ലഹു അൽ-ഉഖൂബ ഫി ദുനിയ. ഒരു അടിമക്ക് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചാൽ ദുനിയാവിൽ തന്നെ പ്രയാസങ്ങൾ നൽകും. എന്നാൽ വഇദാ അറദല്ലാഹു ബിഅബ്ദിഹി ശർ, ഒരു അടിമക്ക് ഷർറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതെങ്കിൽ അംസക അൻഹു ബിദംബിഹി, അവന്റെ തിന്മകൾക്ക് അല്ലാഹു തആല ഒരു ശിക്ഷയും ഇവിടെ നൽകുന്നില്ല. ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് അല്ലാഹു അതിന്റെ ശിക്ഷ നൽകുന്നത് എന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ തന്നെ പരീക്ഷണങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്തതുപോലെ ഇവിടെ തന്നെ അങ്ങ് തീർത്തു തരികയാണ്. ഇവിടെ സംഭവിച്ചു പോയ അബദ്ധങ്ങൾക്ക് അല്ലാഹു തആല ഇവിടെ തന്നെ തീർക്കുകയാണ്. അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കുന്നില്ല. എന്നാൽ ഇവിടെയൊന്നും പരീക്ഷണങ്ങൾ ലഭിക്കാതെ പോകുന്നതാണ് നമ്മൾ പേടിക്കേണ്ടത്. എന്നാൽ സഹോദരങ്ങളെ, അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട കാര്യമാണ്, ഒരിക്കലും നമ്മൾ പരീക്ഷണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരിക്കലും പരീക്ഷണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം പരീക്ഷണം അത് കടുത്തതായാൽ നമുക്കത് ക്ഷമിക്കാൻ സാധിക്കുമോ എന്ന് നമുക്കറിയുകയില്ല. നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. അതുകൊണ്ടാണ് മസീഹ് ദജ്ജാൽ വരുന്ന വേളയിൽ നിങ്ങൾ അവന്റെ അടുക്കലേക്ക് പോകാൻ പാടില്ല, മാറിപ്പോകണമെന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയുകയില്ല പരീക്ഷണത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അതുപോലെ രോഗങ്ങളെ, പരീക്ഷണങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ആഫിയത്ത് മാത്രമാണ് ചോദിക്കേണ്ടത്. അല്ലാഹു തആല ചോദിക്കേണ്ടത് എപ്പോഴും ആഫിയത്താണ്, ആരോഗ്യമാണ്. പക്ഷേ ഈ പറഞ്ഞതെല്ലാം നമ്മൾ എത്ര തന്നെ ആഫിയത്തിന് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിക്കുന്ന ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അതിന്റെ പിന്നിൽ ഹിക്മത്തുകൾ ഉള്ളത് കൊണ്ടാണ്.
അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു ഇത് മുഖേന എനിക്ക് ദുനിയാവിൽ തന്നെ എന്റെ തിന്മകൾക്കുള്ള ശിക്ഷകളായി നിശ്ചയിച്ചിട്ടുണ്ടാകും എന്നതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ രോഗമൊന്നും വന്നിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, അതാണ് പേടിക്കേണ്ടത്. ഒരിക്കലും ഒരു ഗ്രാമീണനായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, അഖദ്ദക ഉമ്മു മിൽദമിൻ ഖത്തു, നിനക്ക് എപ്പോഴെങ്കിലും ഉമ്മു മിൽദം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പനിയുടെ മറ്റൊരു പേരായിരുന്നു അത്. ആ വ്യക്തി അത് കേട്ടിട്ട് തന്നെ ഇല്ല. അദ്ദേഹം ചോദിച്ചു, ഉമ്മു മിൽദം, എന്താണ് ഉമ്മു മിൽദം എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹർറുൻ യകൂനു ബൈനൽ ജിൽദി വൽ ലഹം, മനുഷ്യന്റെ ഇറച്ചിയുടെയും തൊലിയുടെയും ഇടയിൽ അവൻ അനുഭവപ്പെടുന്ന ചൂടിനെയാണ് ഈ ഉമ്മു മിൽദം, പനി എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞു, വമാ വജദ്തു ഹാദാ ഖത്തു, എനിക്ക് ഒരിക്കലും പനി വന്നിട്ടില്ല എന്നയാൾ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിച്ചു, ഫഹൽ അഖദക സുദാഉ ഖത്തു, നിനക്ക് എപ്പോഴെങ്കിലും ഒരു തലവേദന വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ വമസ്സുദ, തലവേദന എന്താണെന്നാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറൂഖുൻ തദ്രിബു അലൽ ഇൻസാൻ ഫി റഫ്സി, ഒരു മനുഷ്യന്റെ തലയിൽ അവന്റെ ഞരമ്പുകളിലേക്ക് അനുഭവപ്പെടുന്ന വേദനക്കാണ് തലവേദന എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞു, വമാ വജദ്തു ഹാദാ ഖത്തു, എനിക്ക് ഒരിക്കലും അങ്ങനെ തലവേദന വന്നിട്ടില്ല, ഈ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഫലമ്മ വല്ല, അയാൾ തിരിഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലി നാർ ഫല്യൻദുർ, ആരാണോ നരകക്കാരനായ ഒരാളെ കാണാൻ ഉദ്ദേശിക്കുന്നത് അവൻ അയാളിലേക്ക് നോക്കട്ടെ എന്നാണ്. അയാൾ നരകക്കാരനായിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടിയിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക, പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനുള്ള ഒരു അലാമത്തല്ല, ഒരു അടയാളമല്ല. അതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടാകുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക, രോഗത്തിന് അടിമപ്പെടുക എന്നുള്ളതൊന്നും തന്നെ അള്ളാഹു നമ്മെ വെറുത്തു ശിക്ഷിച്ചു എന്നതിന്റെ അടയാളമല്ല. അടയാളം തഖ്വയാണ് സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പിന്നീട് ലഭിക്കുന്ന ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തഖ്വയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ നാളെ പരലോകത്തേക്ക് മുതൽക്കൂട്ട് മാത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിശ്ചയിച്ചതേ അല്ല, മറിച്ച് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു പറഞ്ഞ വാക്കോർക്കുക, ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്ത. ഞാൻ അള്ളാഹുവിൽ നിന്ന് വന്നതാ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവൻ തന്നെയാണ്. ഈ ലോകത്ത് ഞാൻ എന്നും വസിക്കാൻ പോകുന്നതല്ല. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും ഞാനിതാ ഇനി മരണപ്പെടാനുള്ളവൻ തന്നെയാണ്. എത്ര വലിയ രോഗം വന്നാലും ഞാൻ എന്നും ജീവിക്കുന്നവനല്ല, ഞാൻ മരണപ്പെടാനുള്ളവനാണ്, അള്ളാഹുവിലേക്ക് അടുക്കലെത്താനുള്ളവനാണ്. അവിടെ എനിക്ക് ഇതിന് പ്രതിഫലം ലഭിക്കാനുള്ളതാണ് എന്ന ചിന്തയോടുകൂടി ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമുക്ക് സ്വർഗം നൽകി സന്തോഷ വാർത്ത അറിയിക്കും എന്ന കാര്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന മുഴുവൻ സഹോദരന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ശിഫായും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശർറുകളിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജല്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم. صلى الله على نبينا محمد وعلى آله وصحبه وسلم.